എന്തുട്ട പരിപാടി മക്കളെ. അങ്ങനെ നമ്മളൊരു ആറ് ദിവസമായിട്ട് ഋഷികേശിൽ നടന്നു കേട്ടാ. തപോവൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ ബ്ലാ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. മലയാളികളുടെ ഉണ്ട്, ആലപ്പുഴയിലുള്ള പിള്ളേരെയാണ്. അങ്ങനെ ഞാനിന്ന് ഇറങ്ങാൻ വിചാരിച്ചു. നേരത്തെ തന്നെ എനിക്ക് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇന്ന് മഴയില്ല, എന്താ വയ്യുണ്ട്. അങ്ങനെ കവറൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് ബ്ലാ ഹോസ്റ്റൽ. കണ്ടില്ലേ, ഇവരുടെ കസോളിൽ തുടങ്ങിയത് പെട്ടപ്പ സാധനം കേട്ടാ. 10 റൂം അങ്ങനത്തെ സെറ്റപ്പാണല്ലോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം റൂം. കണ്ടില്ലേ, ഇത് 2 റൂമുണ്ട്, 2 ബാത്റൂം, പിന്നെ ഇത് ഡോർമെട്രി കേട്ടാ. കണ്ടില്ലേ, 1 2 3 4 5 ഡോർ. ഋഷികേശിൽ വന്നിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് 8 റൂം എടുക്കണം വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടേക്ക് വന്നാൽ മതിയിട്ട് നല്ലതാണ്. നമ്മുടെ ആലപ്പുഴയിലെ സാവി എന്ന് പറഞ്ഞിട്ടുള്ള സേവിയർ എന്ന പേരാളുടെ ആളുടെ റൂം കാര്യങ്ങളൊക്കെ. അവരോട് 5 കൊല്ലം 6 കൊല്ലം ഉണ്ടായിട്ടുള്ളവരിവിടെ. അങ്ങനെ കണ്ടില്ലേ, ഇതിൻ്റെ മുകളിലുണ്ട് കഫേ ഐറ്റംസ്. കഫേ അവിടെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ. അതാണ് ഇപ്പം എന്തോ നാളെന്തോ ലീക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ അതിൻ്റെ നിർത്തിയിട്ട് കൊടുക്കും. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഒരു കസോളിൽ അവിടെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണേന്ന്. ഇവരൊക്കെ ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോകുന്നതാണ്. പക്ഷേ ഇവിടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഋഷികേശിൽ വരാൻ ഇവിടെ വന്നിട്ട് റൂം നോക്കിക്കോട്ടെ മക്കളെ. പെടപ്പന നല്ല നൈസ് ആംബിയൻസ് ആണ്. ഇതിൻ്റെ മുകളിലേക്ക് കഴിഞ്ഞൊരു വാട്ടർഫോൾ ഉണ്ട്, അടിക്ക് ഒക്കെ അടുത്തടുത്താണ്. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കണം. ടയർ പഞ്ചറൊന്നായിട്ടില്ല. ഇനി രാവിലെ പോണ നേരത്ത് പഞ്ചറായി കഴിഞ്ഞെടുത്ത പണിയാവും. അങ്ങനെയാണ് പരിപാടിയാണ് മക്കളെ. ഞാൻ മെല്ലെ അവർ എൻറ്റിട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. എപ്പോഴും എനിക്കാണെന്ന് അറിയില്ല, അടുത്ത വർഷം. അങ്ങനെ അപ്പോൾ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചെറിയ ബാഗും കൂടി ഉള്ളൂ. അതും കൂടി ആയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹരിദ്വാർ റൂട്ടാണ് പിടിച്ചുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മോളിക്ക് പോയി കഴിഞ്ഞാൽ മഴ പെയ്തിന് സീന പറഞ്ഞാൽ എല്ലായിടത്തും ഉരുൾപൊട്ടലും കാര്യങ്ങളാണ് മുകളിൽ. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ ഇറങ്ങി UP ഇറങ്ങി ഒന്നുങ്ങ ആഗ്ര പോവുക അല്ലെങ്കിൽ വാരണാസി പോവുക. അതാണ് ഇപ്പോൾ പ്ലാനിങ്. അപ്പോൾ എന്തായാലും ഹരിദ്വാർ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി രാത്രി സ്റ്റേ അടിക്കുമ്പോഴേ ആകെ ഒന്നാമത് പോയിട്ടുള്ള കാരണം പോകാൻ വലിയ മൂടൊന്നും ഇല്ല. പിന്നെ വെറുതെ സമയങ്ങളായെന്ന് മാത്രമല്ലാണ്ട് വലിയ കാര്യമൊന്നും ഇല്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കിയോട്ടെ, തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ ആഗ്ര പോവും, ചിലപ്പോൾ വാരണാസി പോവും. രണ്ടറ്റത്തെ കിടക്കണം. അതിന് പ്രശ്നമേ വണ്ണവാനം ദൂരമുണ്ട്. നല്ല തിരക്കവിടെ. മാർക്കറ്റിനുള്ളിൽ കൂടെ പോകണമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന വഴിയല്ല കേട്ടത്, വേറെ വഴിയാണ്. വാരണാസിൻ്റെ ഉള്ളിലത്തെ അമ്പലത്തിൽ പോയിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഓപ്പോസിറ്റ് റോഡ് ഈ വഴി പോണേ. ബോർഡ് കണ്ടപ്പോൾ നേരെ എടുത്തതാണ്. ഇപ്പോൾ നോക്കിയിട്ടൊന്നുമില്ല. അവിടെ എന്തോ ബോർഡ് വെച്ചിട്ടുണ്ട് മുന്നിൻ്റെ വീട്ടിൽ. ദില്ലി പോണ റൂട്ട് തന്നെയാണ്. ഹരിദ്വാർ റൂട്ടി നല്ല വെയിലാട്ടോ. 8 മണി 8:30 കഴിഞ്ഞിട്ട് ഇപ്പോൾ 8:30 കഴിഞ്ഞപ്പോൾ നല്ല വെയിലായി. നല്ല ചൂട് തുടങ്ങിയില്ല. പുറമൊക്കെ ചൂട് തുടങ്ങി. അതല്ല കഴിഞ്ഞ് ഇന്നലെ വരെ എന്ത് മഴയാണെന്ന് വെച്ചിട്ടാ. മറ്റേ ഹോസ്റ്റലിൽ ഞാൻ എത്ര 6 ദിവസമാണ് നിന്നുള്ളത്. ഫസ്റ്റ് എന്തായാലും 2 ദിവസം നിൽക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാണാനും കാര്യങ്ങളൊക്കെ. പിന്നെ കാലിൻ്റെ സീനായപ്പോഴാണ് പിന്നെ 2 ദിവസം കൂടുതൽ നിന്ന്. അങ്ങനെ പിന്നെ 2 ദിവസം വെറുതെ നിന്നു. ഈ മഴയാണെന്നിട്ട് കാലത്ത് എനിക്കും മഴ പെയ്യും അവിടെ കിടന്നുറങ്ങും. പിന്നെ 10 മണി പിന്നെ ആ മൂട് പോകും. പിന്നെ വ്യത്യാസം പോകാമെന്ന് വിചാരിക്കും. വ്യത്യാസം തന്നെ. അങ്ങനെ മൊത്തം 6 ദിവസം നിന്നു അവിടെ. അവരിപ്പോൾ എടപ്പം പ്രോപ്പർട്ടി വന്നല്ലോ കേട്ടോ. കസോളിലേക്ക് കാര്യം കഴിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ എന്തായാലും ആളുടെ ഈ വീഡിയോയുടെ അടിയിൽ തന്നെ കൊടുക്കാം. അപ്പോൾ ഋഷികേശ് കസോള ഭാഗത്തൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ആലപ്പുഴയിലൊക്കെ കണ്ടിട്ട് എന്തൊക്കെ പരിപാടികൾ. അങ്ങനെ പറയണ്ടേ, ഈ പശു നോക്കി കുത്തു വരണം. കാണുമ്പോൾ കുത്തണ പോലെ വരണം. ബസ് കിടക്കണമെങ്കിൽ എനിക്ക് ചത്തിട്ടാ അല്ല അല്ലേ. നമ്മൾ വീണ്ടും ഹരിദ്വാർ എത്തി. കണ്ടില്ലേ, 10 മണി ആയിട്ടില്ല. അവിടെ 10 മണി വിളിക്കും നമ്മൾ ഹരിദ്വാർ എത്തി. ഇപ്പോൾ ഹരിദ്വാറിന്ന്
ആഗ്ര ഞാൻ ക്യാൻസൽ ചെയ്തു. വാരണാസി പിടിക്കാൻ വിചാരിച്ചു. ലക്നൗ വാരണാസി പിടിക്കാൻ വിചാരിച്ചു. ആഗ്ര പോയിട്ടുള്ള കാരണം അത് ക്യാൻസലാക്കി. അങ്ങനെ അടുത്ത് നമ്മൾ വാരണാസി എന്ന് പറഞ്ഞാൽ ലക്നൗ കഴിഞ്ഞിട്ടാണ് വാരണാസി. ആ റൂട്ടാണ് പിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നാൾ നമ്മൾ മലയാളി ചേട്ടന്മാരുടെ നടന്നില്ല, അവരുടെ വഴി പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടുള്ള ഏതൊരു വഴി പോയി കഴിഞ്ഞാൽ ആ റൂട്ടിൽ കയറാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ നമ്മൾ വളഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് പരിപാടികൾ മക്കളെ. അപ്പോൾ ഇനി വീണ്ടും യു പിയിലുള്ള കളികളാണ് ഇനി. അപ്പോൾ ഉത്തരാഖണ്ഡിനോട് വീട്ടാ പറഞ്ഞു ഇനി നമ്മൾ ഉത്തരാഖണ്ഡിലത്തെ കളികളൊക്കെ നിന്നു. അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ഉരുൾപൊട്ടലുണ്ടാവുന്നുണ്ട് മഴ പെയ്യണോടത്തൊക്കെ. അപ്പോൾ പറഞ്ഞാൽ എല്ലായിടത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മാത്രമാണ് മഴ കുറഞ്ഞത്. അപ്പോൾ ആ മഴ കുറഞ്ഞ താപ്പിൽ ഞാൻ വേഗം ഇറങ്ങി വിടുന്നു. ഇപ്പോൾ യു പി കഴിഞ്ഞിട്ട് അല്ല, ഇതിപ്പോൾ നേരെ യു പിക്ക് കയറും. യു പിയിലായി കഴിഞ്ഞാൽ യു പി ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞാൽ അധികം കയറ്റങ്ങളുള്ള സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പരന്നിട്ടുള്ള സ്ഥലങ്ങളില്ല. അങ്ങനത്തെ പറഞ്ഞത് കേട്ടത്. അങ്ങനെ കണ്ടില്ല. ഇതിപ്പോൾ 5 ദിവസം മുന്നേ നമ്മൾ വന്ന വഴി തന്നെ. ഹരിദ്വാർ ഇവിടെയൊക്കെ തേരാ പര ഓടി നടക്കണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ചൊന്നല്ല, ഹരിദ്വാറിനെക്കാളും കൂടുതൽ ഋഷികേശിലാണ് ഓടിയിട്ടുള്ളത്. ഋഷികേശിൽ കുറേ കണ്ടിട്ടുണ്ട്. ഹരിദ്വാറിൽ കാല് കൂടുതൽ സീനുള്ള കാരണം അധികം കടന്നിട്ടില്ല. പക്ഷേ ഋഷികേശിൽ എന്നെ അങ്ങനെ പെട്ട സ്ഥലങ്ങളൊക്കെ 2-3 പ്രാവശ്യം കയറി പോയി കണ്ടില്ലേ. ഒന്നും പറയണ്ട മക്കളെ. ഹരിദ്വാർ വീണ്ടും പ്രാവശ്യം കാണുക. നല്ല തിരക്കാലം നോക്കി, എന്ത് തിരക്കാൻ നോക്കി. ഇതിൽ കാണണ്ടാവില്ല അല്ലേ ഇപ്പോൾ. നല്ല തിരക്കാട്ടോ. അന്ന് ആരത്തി കാണുന്ന സ്ഥലത്തൊക്കെ ഗംഭീര തിരക്കാ. ഞാൻ പറഞ്ഞില്ല ഈ കാവിടിൻ്റെ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ. അപ്പം അത് കാരണം എല്ലായിടത്തും നല്ല തിരക്കുണ്ടാവും പറഞ്ഞു. നമ്മൾ പോകുമ്പോൾ ഉണ്ടെങ്കിൽ കാണാം കാവിടിൻ്റെ. പിന്നെ ഹരിദ്വാറിൽ ഏറ്റവും മുകളിലൊരു ടെമ്പിളൊക്കെ ഉണ്ട്, മലയുടെ മുകളിലുണ്ട് ഒരെണ്ണം. അതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. നമ്മൾ അമ്പലത്തിപ്പൊക്കെ നിർത്തി അമ്പലം കയറാൻ വെച്ചാൽ ഇവിടെ അമ്പലങ്ങളുടെ മാത്രം 5 കളിയാണ്. അത്രയ്ക്കധികം അമ്പലങ്ങളാണ്. ഒന്നാമത് അതിൻ്റെ മുകളിൽ കയറാൻ എളുപ്പമല്ല, വലിയ കയറ്റാണ്. നമ്മൾ പരമാവധി കയറ്റങ്ങൾ ഒഴിവാക്കാൻ നോക്കുകയാണെങ്കിൽ കയറ്റം ചവിട്ടിയിട്ട് ജമ്മു കാശ്മീരും ഹിമാചലിൽ അത്യാവശ്യം കയറ്റം ചവിട്ടി മതിയായിക്കാതോടുകൂടി. അപ്പം ഇനി മെല്ലെ നമുക്ക് അടുത്ത പരിപാടി പിടിക്കാൻ നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് പോന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഗംഭീര ഇടി. വണ്ടി റോഡിൽ ഇങ്ങനെ സിനിമ സ്റ്റൈലിൽ വണ്ടി കുറഞ്ഞ് നിർത്തി നേരെ കുറഞ്ഞ വണ്ടി നിർത്തി. 2 ആൾക്കാർ കൂട്ടിയിട്ട് 2 ആൾ കൂടി നേരെ കെട്ടിപ്പുറത്ത് പുറത്തേക്ക് വീണു. നല്ല ഇടി. അവിടെ നോക്കുമ്പോൾ ഞാൻ ഫോണിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ക്യാമറ എടുക്കാതൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ ഷർട്ടിൻ്റെ ഇവിടെ മൊത്തം ചോര ഒന്നാകെ ചിണ്ടി പരിപാടിൻ്റെ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഒപ്പം വേറെ ചെക്കൻ ബൈക്കും വന്നിടുന്നു. അവൻ വന്നിട്ട് പറഞ്ഞു വായോ നോക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടുത്തെ ആളല്ല, നിങ്ങളവിടെ നോക്കി പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ പോലീസിനെ വിളിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ ചോദിച്ചാൽ. അവൻ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ അവിടുത്തെ ആളല്ല, നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടിക്കോ പറഞ്ഞു. ഞാൻ പോന്നു. ഒരു പ്രാന്തന്മാരാണ്. എന്തിട്ട് കിടന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനത്തെ റോഡ് സൈഡിലാണ് ഇവിടുന്ന് നേരെ ഉണ്ടായിരുന്ന അടിക്ക്. ഞാനിത് കഴിഞ്ഞിട്ട് ആ വീഡിയോ അതിൽ ചെറിയൊരു ഭാഗം ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടാ. അപ്പം അറിയാം ഉണ്ടെന്ന്. നല്ല അടിപ്പ റോഡാട്ടത്. നേരെ എന്നെ ചെയ്യാണ് കയറിയുള്ള. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ എവിടെ വരെ എത്താണാവോ? ലക്നൗവിലേക്കൊക്കെ എത്ര കിലോമീറ്ററിനാണാവോ? ഒരു ഫോണിലത്തെ നെറ്റ് കഴിഞ്ഞു, ഒരു ഫോണിൽ നാളെയും കൂടി മറ്റേതും കൂടി ഉള്ളോ. അപ്പം അത് കഴിഞ്ഞ് അതും തീരുമാനമായി.
പോയിട്ട് കുറച്ച് നേരം ഇരിക്കാനൊക്കെ നോക്കണം. വയ്യ 11 മണി പറയുന്നു. 12 മണി വരെ ഇരുന്നിട്ടേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചവിട്ടാം. ചൂട് നേരത്തെ കുറച്ച് ചൂടിനാണ്, ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുഴുക്കണ്ടെന്നാലും വെള്ളം കഴിഞ്ഞു. ഒരു ഇത്തിരി കൂടി വെള്ളമുണ്ട്. ഒരു ഉപ്പിൻ്റെ അവിടെ നിന്ന് കാണാനില്ല, വീഡിയോ പോയി. ഇനി അടുത്ത ഉപ്പ് കാണണം. അങ്ങനെ നമ്മൾ പൂവഴിക്ക് കണ്ട കാഴ്ച കേട്ടോ റോഡ് സൈഡിൽ. ഈ റോഡ് സൈഡ് മൊത്തം നോക്കിയേ, എന്താ സാധനം എന്നൊക്കെ മനസ്സിലായില്ലേ? നിറച്ചുണ്ടായിക്കുക റോഡ് സൈഡ് മൊത്തം. വേറെ ഉണ്ടായി നിൽക്കലുണ്ടായി ഇന്നോട്ടല്ലേ, അല്ലാണ്ട് വന്നിട്ട് പരിപാടി. നല്ല ചൂടായിട്ടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണല്ലേ, ഗംഭീര ചൂടെന്ന് പറയില്ലേ പരിപാടികൾ. നടക്കട്ടെ അപ്പോൾ കണ്ടില്ലേ, നല്ല റോഡൊക്കെ പക്ഷേ ഗംഭീര ചൂടാ, ഒരു രക്ഷയില്ലാത്ത ചൂടെന്ന് പറയില്ലേ. ടയറൊക്കെ പോയിണ്ടെങ്കിൽ ആ പോണു സൈക്കിള് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ തൊട്ടപ്പോൾ വിട്ടൂലോ, വിട്ടു. അപ്പോൾ ശരി കേട്ടോ, പോട്ടെ കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കി കൂടിയാണ്, ഹരിദ്വാറിന്ന് കുറച്ച് കണ്ട് മാറിയിട്ടുള്ളതാ. പിന്നെ പേരെന്തിട്ടാണ് ഇവിടെ നിറച്ച് കുരങ്ങന്മാരുടെ 5 വലിയായിരുന്നു കുറച്ച് ബാക്കിൽ. കുരങ്ങന്മാർക്ക് പഴം കൊടുക്കാൻ പാടില്ല. നല്ല കാടാട്ടത്, രണ്ട് സൈഡിലും ഉണ്ട്. അവിടെ ഒരു മാന്യൊക്കെ കണ്ടുവിടുന്നു, പക്ഷേ ഇതിൽ സൂം ചെയ്യാൻ പറ്റില്ലല്ലോ, വേറെ പ്രശ്നം. അയ്യോ വയ്യാണ്ടായി. കാറ് തിരിക്കണേ സൈഡിൽ കൂടെ കാട് കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ. ആ ബാക്കിലുള്ള സ്ഥലമില്ല, അറ്റം മുതൽ ഫുള്ളടന്നു. ഇത് നിറച്ച് കുരങ്ങന്മാരടന്നു. ഇവര് വെറുതെ മുമ്പ് ദേഷ്യത്തിന് ആക്കി നിൽക്കുക. എന്താ ചെയ്യുക, പിന്നെ ക്യാമറ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഇരട്ടി പണിയാവും. അപ്പോൾ പിന്നെ ഞാൻ അതവിടെ വെച്ചു. ഇന്നലെ വരെ എന്ത് മഴയായിരുന്നു, ഇന്ന് നോക്കി നശിച്ച വെയില്. രക്ഷയില്ലാത്ത ചൂടും. പിള്ളേരൊക്കെ എന്താ പേട്ടാലേ, എന്താ ചെയ്യാ. പുഴയാണില്ല, ഇതിൽ വെള്ളമൊന്നുമില്ല. തരി വെള്ളം ഉണ്ട് അവിടെ ഇവിടെയാണ്. വലിയ പുഴയിൽ പോക്കറ്റ് റോഡിന് അത്ര വരുമ്പോഴല്ല വെള്ളം. ഒരു മഴ വൃത്തിയായിട്ട വഴിയായില്ലോ, തീരുന്നൂലൊരു ചവിട്ടിട്ട് നീങ്ങണൂല, ഇരിക്കാറ് സ്ഥലവും കാണാനൂല്ല സൈഡിൽ. 12 പറയും റോഡൊക്കെ സൂപ്പറാ, ചവിട്ടാൻ വയ്യ. ഫുള്ള് കാടാർന്നിട്ട് 2 സൈഡ് ഇവിടെയും കാടിനെ കൊണ്ട്. അയ്യോ അയ്യ ചെയ്യാലേ. വെള്ളമൊക്കെ വെച്ച് തുടങ്ങി. അവിടുത്തെ ഇറങ്ങി നോക്കിയാൽ സൈറ്റ് ഫുള്ള് മലകളായിട്ട്. ഇവിടെയൊക്കെ റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കും, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അയ്യോ അങ്ങനെ എന്തൊരു പരിപാടി മക്കളെ. നമ്മളേ ഇവിടെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അവിടെ നിന്ന് ഒരു 10-75 കിലോമീറ്റർ വന്നിട്ട് ഏതോ ഒരു സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ വന്നിട്ട് ഒരു ഗുരുദ്വാരം നോക്കി വന്നപ്പോൾ ഗുരുദ്വാരം പൊളിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അവരോട് പറഞ്ഞു ടെൻ്റ് അടിക്കുക, എവിടെയെങ്കിലും സ്ഥലം തായെന്നൊക്കെ പറഞ്ഞപ്പോൾ ടെൻ്റ് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് എന്നോട് ഹായ് ചേട്ടാ മലയാളിയില്ലേ ചോദിച്ചിട്ട് വന്നു കൊടുക്കുക. അങ്ങനെ ആ മലയാളിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ അവനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പത്തനംതിട്ട കണ്ടുള്ളതാ. അങ്ങനെ വന്ന് സംസാരിച്ചിട്ട് നോക്കുമ്പോൾ അവൻ പറഞ്ഞു തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ ലാബുണ്ട്, അവൻ ട്യൂഷന് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗുരുദ്വാരയിലുള്ളവർക്കൊക്കെ ഈ ചെക്കന്മാരി ഇവരെയും ഫാമിലിയിൽ മൊത്തം അറിയണതാ. അങ്ങനെ അവർ പറഞ്ഞു അപ്പുറത്തെ ആളിൻ്റെ അവിടെ പോയി സംസാരിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ പോയി സംസാരിച്ചപ്പോൾ ആൾ വന്നിട്ട് പറഞ്ഞു ഗുരുദ്വാരയുടെ അപ്പുറത്തെ ഒരു മറ്റേ റൂം എടുക്കുന്ന സ്ഥലത്തിന് എന്തിട്ട് പറയുക എപ്പോഴും എടുക്കണത് ഗുരുദ്വാരയും പിന്നെ അതേപോലത്തെ വേറെ സാധനം അതിൻ്റെ പേരും ആയാലും എന്താ മറന്നത് എന്താണ് ഫുൾ കട്ടാണല്ലോ ഒന്ന് പറയണ്ട. അങ്ങനെ അവിടെ വന്നിട്ട് 100 രൂപയ്ക്ക് റൂം തരാമെന്ന് പറഞ്ഞു. റൂം കിട്ടി. റൂം എന്ന് പറഞ്ഞാൽ റൂം ഈ കാണുന്നതാട്ടാ, ധർമ്മശാലയാണ് കണ്ടില്ലേ. ഇതിൽ റൂമിൽ കട്ടിലില്ല, എനിക്ക് അപ്പുറത്തെ റൂമാണ് തന്നേ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഈ റൂമാണ് തന്നത് ആദ്യം. ഈ റൂമിൽ 2 കട്ടിലുമ്പിലും ഛർദ്ദിച്ച് വാളൊക്കെ വെച്ചിട്ട് അതേപോലെ ഒട്ടി പിടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നിൽക്കത് കണ്ടതെന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞു ഇതിൽ ബെഡില്ല, അത് കഴിക്കിട്ടോ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിൽക്ക് ബെഡേ വേണ്ട, ഞാൻ നിലത്ത് കിടന്നുകൊണ്ടെന്ന് പറഞ്ഞു. നമ്മളെല്ലാം മാറ്റും സാധനമുള്ളതല്ലേ. അങ്ങനെ നിലത്ത് കിടക്കാൻ തീരുമാനിച്ചു. ഇതാകുമ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചെളി ഇറക്കാൻ ചെരുപ്പം എന്നുള്ള ചെളിയല്ലാണ്ട് വേറൊരു ഇതില്ല. ചമരമത്തൊക്കെ പെയിൻറ്റ് പിന്നെ പറിച്ചു വന്നിട്ടുള്ള പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. വേറെ സെറ്റൊന്നുമില്ല. ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞു സെറ്റായി. അങ്ങനെ പറയേണ്ട മക്കളെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇനി ഫുഡുണ്ട് കയ്യിൽ. പിന്നെ ആളെ വീട്ടിൽ വിളിച്ചിട്ട് പഴംപൊരി ചായക്ക് വന്നു കേട്ടോ. നല്ല പടം പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആള് വീട്ടിലേക്ക് വിളിക്കുമോ എന്നുള്ളത് അറിയില്ല. എനിക്ക് ഭക്ഷണം കഴിക്കും വേണം. ഞാൻ കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും പറ്റില്ലെങ്കിൽ അരി പരിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. അങ്ങനെയുണ്ട് പരിപാടി. അങ്ങനെ ഞാനേ റൂമിൽ സെറ്റാവാൻ നോക്കട്ടെ കാര്യങ്ങൾ. അങ്ങനെയാണ് പരിപാടി മക്കളെ. അപ്പോൾ ശരി, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഏയ് ഒരു വീഡിയോ ഇടാൻ വേണ്ടിട്ടാ. ഇവിടെ കേരള സ്റ്റോറൊന്നുമില്ല അടുത്ത്? ഇല്ല അല്ലേ? ആ ഉടുപ്പി ശരി ചെന്നൈ സ്റ്റോർ. ആ കാശി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ പറഞ്ഞിട്ട് പോവാട്ടെ. അങ്ങനെ ചേട്ടൻ ഫ്രണ്ടിൽ ഇറക്കുന്നുണ്ട്. പണ്ടത്തെ കരേട്ടക്കാരനാണ്. ഇവരെ വഴിയുടെ നേരെ ഓപ്പോസിറ്റ് അത് ധർമ്മശാല അല്ലേ? അത് ഗുരുദ്വാര. ഈ വഴി നേരെ അവസാനിച്ച് കഴിഞ്ഞാൽ ഗുരുദ്വാര. അതിന്റെ ലെഫ്റ്റ് സൈഡില് ധർമ്മശാല. ഇത് അങ്ങോട്ടും കൊണ്ട് എത്തിയപ്പോഴും അതാണ് പ്രശ്നം. രാവിലെ ഇഡ്ഡലി സാമ്പാർ രാവിലെ ചേച്ചിയോട് പറഞ്ഞുണ്ടാക്കണം. ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞേ. 6 മണിക്കാ പോകുന്നത്. 6 മണിക്ക് പോകും. 6 മണിക്ക് എനിക്ക് 6:30 ആകുമ്പോഴേക്കും പരിപാടി കഴിയും. എല്ലാവരും കൊണ്ട് പോകും. അപ്പൊ ഞാൻ വിളിക്കാം കാലത്ത്. ഇവിടെ ആയിരുന്നു ആദ്യം വന്നിട്ട് നിന്നത് ധർമ്മശാല അല്ല ഗുരുദ്വാര. തൊട്ടപ്പുറത്ത്